ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇൻസ്റ്റൻറ്റ് മാങ്ങാച്ചാറാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ബിരിയാണി എല്ലാത്തിൻ്റെയും കൂടെ നമുക്ക് കഴിക്കും കേട്ടോ. എന്ന് വെച്ചാൽ രാവിലെ ഉണ്ടാക്കുന്ന പലഹാരത്തിൻ്റെ കൂടെ പോലും നമുക്ക് കഴിക്കാൻ ടേസ്റ്റി ആയിട്ടൊരു മാങ്ങാച്ചാറാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ തയ്യാറാക്കാം എന്നത് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഞാനാണെങ്കിൽ 1 കിലോ മാങ്ങയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞു, ഉപ്പും പുരട്ടി മാറ്റി വെച്ചു. അതിനുശേഷം ഞാനാണെങ്കിൽ ഇഞ്ചി, വെളുത്തുള്ളി, കാന്താരിമുളക്, കറിവേപ്പില എന്നിവ എടുത്തു. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി, പിന്നെ ഒരു പാൻ എടുത്ത് അതിലേക്കാണെങ്കിൽ കടുകും ഉലുവയും കറിവേപ്പിലയും ഇട്ട് പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളിയും കാന്താരിമുളകും ഇട്ട് നല്ലതുപോലെ മൂപ്പിച്ചു. അതിൻ്റെ അകത്തേക്ക് മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി, ഉപ്പ് ആദ്യമേ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം പിന്നെ വേണമെങ്കിൽ മാത്രം പിന്നീട് ഉപ്പുണ്ടെങ്കിൽ ചേർത്താൽ മതി. പിന്നെ മുളക് പൊടി എന്നിവ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം അത് തീ അങ്ങ് ഞാൻ ഓഫ് ചെയ്തു. മാങ്ങ വേകാൻ പാടില്ലല്ലോ. പിന്നെ മാങ്ങ അതിലേക്ക് തട്ടിയിട്ട് നല്ലതുപോലെ കുറച്ച് ഉലുവാപ്പൊടിയും കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് അതിനെ കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഇളക്കി ഇട്ട് ഒരു കഷ്ണം എടുത്തുനിന്ന് വായി വെച്ച് നോക്കിയിട്ടോ എന്ത് ടേസ്റ്റാണെന്നറിയാമോ. അപ്പം നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ എന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.